പറഞ്ഞതുപോലെ നമ്മുടെ നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് ഈ 20-ാം തീയതിയുടെ നടന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ. കാരണം 25 കൊല്ലത്തോളമായി വെടിക്കെട്ട് പോലെ അവിടെ പ്രവർത്തിക്കുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുശാല അപകടത്തിൽ മരണമടഞ്ഞ മുണ്ടത്തിക്കോട് സതീഷ് ഉൾപ്പെടെ മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അനുശോചന യോഗം ചേർന്ന് ദുഃഖം രേഖപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ആ ശരീരത്തിൽ നിന്ന് പുറന്നു പോയിട്ടുള്ളത് ആ 20-ാം തീയതി നമ്മൾ ഒരിക്കലും ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള കാലം നമ്മൾക്കൊരിക്കലും ആ ഒരു ദിവസം നമ്മളുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് കണ്ടവരും കേട്ടവർക്കുമൊക്കെ തന്നെ ആ ഓർമ്മ എന്നും നിലനിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ആ അപകടങ്ങളിൽ സ്നേഹക്കൂടാരം സുധി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, DCC സെക്രട്ടറി K അജിത് കുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മേരി തോമസ്, ശ്രീ K അജിത് കുമാർ ഉൾപ്പെടെയുള്ള വേദിയിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രിയപ്പെട്ടവരെ, മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിനെയും കേരളത്തെയും നിത്യസാഗർ, MR സോമനാരായണൻ, തോമസ് മാസ്റ്റർ, PP ജോസ്, V നന്ദകുമാർ, കൗൺസിലർമാരായ തുളസി P, ശ്രുതി സതീഷ്, അഷറഫ് PA, ശ്രീജ ചന്ദ്രൻ, മുൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിലെ മുഴുവൻ ആളുകളെയും വളരെയധികം വിഷമിപ്പിച്ച ഒരു അപകടം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. അത് നമുക്കുണ്ടാക്കിയിട്ടുള്ള വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതിന്റെ ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീഷ് കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ്